ആ മോളെ, ഞാനേ ചായ ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കിയിട്ട് മോളെ വന്ന് വിളിക്കാലോ എന്ന് വിചാരിച്ചിരിക്കുന്നു. ചായ ആയിരുന്നു തോന്നുന്നു. ഷീജേ, ചായയില് 2 സ്പൂൺ പഞ്ചസാര ഇട്ടാ മതി കേട്ടോ. ആ, അത്ര ഇട്ടിട്ടുള്ളൂ ചേട്ടാ. അച്ഛൻ അവിടെ ഇരുന്നാണോ പാചകം ചെയ്യുന്നത്? മോളൊരു കോമഡിക്കാരി തന്നെയാണല്ലോ. മോള് ഇവിടെ നിക്കട്ടാ, ചായ അച്ഛനൊന്ന് കാണിക്കണം, എന്നിട്ട് എല്ലാവർക്കും കൊടുക്കാവൂ. ഇവിടെ ചായക്കും അപ്രൂവൽ എടുക്കണോ? ഭാഗ്യം, അച്ഛന് കടുപ്പോ ഇഷ്ടപ്പെട്ടു. ചായ മാത്രം കാണിച്ചാൽ മതിയോ അതോ ചായക്കടിയും കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കണോ അമ്മേ? എല്ലാം കാണിക്കണം. പണ്ടേ ഉള്ള ശീലായിപ്പോയി മോളെ, എല്ലാം കാണിച്ചിട്ട് വേണം എല്ലാവർക്കും വിളമ്പാൻ. എന്നാ പിന്നെ അച്ഛന് വന്ന് ഉണ്ടാക്കിയാ പോരെ? പിന്നെയും കോമഡി തന്നെ. അച്ഛൻ അടുക്കള ഭാഗത്തോട്ടൊന്നും വരില്ല മോളെ. മുറിയില്, പിന്നെ ഫ്രണ്ടില് ആ മുറിയില്, പിന്നെ തിണ്ണയില്, അവിടെ മാത്രം അച്ഛൻ ഇരിക്കുള്ളൂ. അതെന്താ, അച്ഛൻ അടുക്കളയിലേക്കുള്ള വഴി അറിഞ്ഞൂടെ? ഈ മോളുടെ ഒരു കാര്യം, പണ്ടേ അച്ഛൻ അങ്ങനെ തന്നെയാ മോളെ. ജനിച്ചപ്പോ മുതൽ അങ്ങനെയാ. ഞാൻ വന്ന് കയറുമ്പോ മുതല് ഇവിടെ അങ്ങനെയാണ്. പിന്നെ അച്ഛൻ്റെ അച്ഛനായിരുന്നു അന്നത്തെ കാലത്ത് ഇവിടെ താള്. പിന്നെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അച്ഛനായി. പിന്നെ ഇവിടെ കുടുംബത്തിൻ്റെ ഓരോരോ കീഴ്വഴക്കങ്ങളൊക്കെ ആവുമ്പോ ഉണ്ണിയുടെ അച്ഛനായി ഇവിടുത്തെ എല്ലാം കാർന്നോരേ. എൻ്റെ വീട്ടിലൊക്കെ കഴിക്കാൻ വരുമ്പേണ് എന്ത് കറിയാന്ന് അറിയണത്. അവിടെ അച്ഛനും അമ്മയും ഒന്നിച്ചാണ് പാചകം ചെയ്യാറേ. ശിവ ശിവ, ആണുങ്ങൾ അടുക്കളയിൽ കയറുകയോ? ആണുങ്ങള് അടുക്കളയിൽ കയറി എന്താ അമ്മേ? ബാംഗ്ലൂര് ഞാനും ഉണ്ണി ഒരുമിച്ചാണ് പാചകം ചെയ്യുന്നത്. ശിവ ശിവ, ഉണ്ണി അടുക്കളയിലേക്ക് കയറുവോ? ഇവിടെ ആ ഭാഗത്ത് നിൽക്കും. ഒരു ദിവസം എന്നെ കാണാൻ അടുക്കളയിൽ വന്നെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇവിടെ ഉണ്ടാക്കിയ പുകില് മോൾക്ക് അറിയില്ല. ഈശ്വരാ, കേറുവോന്നാ? നല്ല അടിപൊളി കുക്കാണമ്മേ. ആദ്യമൊന്നും അറിഞ്ഞൂടായിരുന്നു, പിന്നെ പിന്നെ ചെയ്ത് എല്ലാം അറിയാം, എല്ലാം ഉണ്ടാക്കും ഇപ്പൊ. ഇത് അച്ഛൻ അറിയണ്ട കേട്ടോ, നെഞ്ചിന് വിഷമം വരും പുള്ളിക്ക്. അച്ഛൻ പൊന്നുണ്ണി പോലെ നോക്കണം മോനാണ് ഉണ്ണി. മോളെ, വേറൊരു കാര്യം പറഞ്ഞോട്ടെ. അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഉണ്ണീന്നൊന്നും വിളിക്കണ്ട. ഉണ്ണിയേട്ടാന്നോ ഉണ്ണിച്ചേട്ടാന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കുക കുട്ടിയെ. അതെന്തിനാ? പഴയ ആൾക്കാരല്ലേ കുട്ടിയെ, അവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ഞാൻ മോഡേൺ ആട്ടോ മനസ്സുകൊണ്ട്. ഉണ്ണിച്ചേട്ടാന്നൊന്നും വിളിക്കാൻ പറ്റൂല, വേണമെങ്കിൽ ഒന്നും വിളിക്കാതിരിക്കാം. എന്നാ പിന്നെ അത് മതി. മോളെ, അമ്മ ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? മോളുടെ നാട്ടിലൊക്കെ എൻ്റെ പ്രായമുള്ളവരൊക്കെ ചുരിദാറാണ് ഇടുന്നത്. അമ്മയേക്കാ പ്രായമുള്ളവരെ ചുരിദാർ ഇട്ടാ നടക്കണേ. ആഗ്രഹമുണ്ട് കുട്ടിയെ ചുരിദാറൊക്കെ ഇട്ട് നടക്കണമെന്ന്. പക്ഷെ ഉണ്ണിയുടെ അച്ഛന് ഇഷ്ടമല്ല. കളസം വലിച്ചേറ്റിട്ടുണ്ട് കിടക്കുകയെന്ന് പറയും. ഷോ, ഉണ്ണി നാട്ടിലുള്ളപ്പോഴൊക്കെ മുണ്ടാ ഉടുത്തിരുന്നത് സ്ഥിരമായിട്ട്. പിന്നെ ബാംഗ്ലൂർക്കൊക്കെ ജോലിക്ക് പോകുമ്പോൾ ഫാഷനായിട്ട് പോണെന്ന് അപ്പുറത്തെ വീട്ടിലെ ജാനുവ പറഞ്ഞത്. അങ്ങനെ 2 പാൻറ് അവന് മേടിച്ചത്. അതിട്ടാ ബാംഗ്ലൂർക്ക് പോയത്. അവിടെ വീട്ടിലൊക്കെ ഉണ്ണി മുണ്ടാണോ ഉടുക്കാറ്? മുണ്ടൊന്നും എടുക്കാറില്ല, മിക്കപ്പോഴും ഷോർട്സ് ആണ് ഇടാറ്. അതെന്ത് സാധന? നിക്കറൊക്കെ പോലത്തെ ചെറുതായിട്ടുള്ളത്. ശിവ ശിവ, വെറുതെ അല്ല എല്ലാരും പറയണത് നാട്ടിൽ നിന്ന് പോയാ പിള്ളേരൊക്കെ നശിക്കൂന്ന്. ഇവിടെ മുണ്ടിന്റെ അടിയിലാണ് ആ സാധനം ഇടാറ്. ഈശ്വരാ, അത് ഇവിടത്തെ ക്ലൈമറ്റ് പോലെ അല്ലല്ലോ അവിടത്തെ. അവിടെ ഭയങ്കര ചൂടാണ്, അപ്പൊ അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഞാനും അങ്ങനത്തെയൊക്കെ ഇടാറ്. പിന്നെ ഇവിടെ വന്നപ്പോ ഇങ്ങനത്തെയൊക്കെ ആക്കിയതാ. അയ്യോ മോളെ, അതൊന്നും ഇവിടെ ഇടല്ലേ കേട്ടോ, അച്ഛന് കലി കയറും. പിന്നെ ചിലപ്പോ 2 ദിവസത്തേക്കൊക്കെ ഭക്ഷണം കഴിക്കൂലേ പുള്ളി, ദേഷ്യം കയറിയാലേ. ഷീജ, ചൂടുവെള്ളായില്ലേ? ആ, ആയി, ഞാൻ കൊണ്ടുവന്നു. മോളോട് വർത്താനം പറഞ്ഞിരുന്ന സമയം പോയതറിഞ്ഞില്ല. അച്ഛന് ചൂടുവെള്ളം ബാത്റൂമിൽ കൊണ്ട് ഒഴിച്ചു കൊടുത്ത് ചെറിയ ചൂടാക്കി വെക്കണേ. പിന്നെ പുറവും തേച്ച് കൊടുക്കണം ഇഞ്ച വെച്ച്. അതങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ, ഇപ്പൊ വരെ. ഇതെന്താണ് സീരിയൽ തറവാടാ? സീരിയലിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. റിമോട്ട് എന്തിയെ? ഇന്ന ന്യൂസ് വെക്ക, അതാവുമ്പോ എല്ലാവർക്കും കാണാലോ. ആയിക്കോട്ടെ.
ഇവിടെ എന്താ ഉണ്ണി ഇങ്ങനെ? അച്ഛനോട് ചോദിച്ചിട്ട് ചായയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാവർക്കും കൊടുക്കാവൂ. അച്ഛൻ വരുമ്പോൾ ടി വിയുടെ ചാനൽ മാറ്റും. അച്ഛന് ഇഷ്ടമുള്ളത് നമ്മളെല്ലാവരും കണ്ടോണം. ഇതെന്താണ് ഇങ്ങനെ? അച്ഛനൊരു പാവോടി, വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയ പിടിവാശികളൊക്കെ ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ കുടുംബത്തെ ഏറ്റവും വലിയ കാരണവരല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും പേടിയാണ്. എനിക്കും. ഇതൊരു പ്രത്യേകതരം വീട് തന്നെയാണ് കേട്ടാ. അമ്മയാണെങ്കിൽ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കണം, അടുക്കള ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നേ ഇല്ല. അച്ഛനാണെങ്കിൽ രാവിലെ തുടങ്ങി രാജാവിനെ പോലെ കിടന്ന് ഉറങ്ങണ്, കുറച്ച് നേരം ടി വി ആണ്, എല്ലാം ചെയ്യണം. ഒരു ദിവസം ആയപ്പോഴേക്ക് എനിക്ക് കലി കയറുന്നുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ട്. അതൊന്നും കാര്യം വെക്കണ്ട, നമ്മളെന്തായാലും ഒരാഴ്ച കഴിയുമ്പോ ബാംഗ്ലൂർക്ക് പോകൂലേ. നീ അത് കാര്യം വെക്കണ്ട, വിട്ടേക്ക്. പിന്നെ എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്, എനിക്ക് വേണ്ടി. എന്താ ചൂട്! ഫാന്റെ സ്പീഡ് കൂട്ടിയാ വോൾട്ടേജ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ, കുറക്കേ. രണ്ടിലോട്ടാക്ക്. ഇല്ല ചാ, അതേ രണ്ടിലോട്ടാക്ക. രണ്ടിലോട്ട് അച്ഛൻ 5 കംഫർട്ട് അല്ലാതാണ്. എന്താണിത്? 5 ധാരാളം കരണ്ട് വലിക്കും എന്നാണ് അച്ഛൻ പറയണത്. വയസ്സായ ആൾക്കാരല്ലേ, അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്ക, അത് മതി. ഇവിടെ എല്ലാം അച്ഛൻ്റെ കൺട്രോളിലാണല്ലോ. ഏത് കറി വെക്കണം, ഏത് ചാനൽ വെക്കണം, ഫാൻ എത്ര സ്പീഡിലിടണം, എല്ലാം. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ കുറ്റിക്കാട്ടിലൊന്നും പോയി കല്യാണം കഴിക്കണ്ടെന്ന്. അപ്പൊ നിനക്ക് ദിവ്യ പ്രേമം. ഓ അമ്മ, ഉണ്ണി ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. ഇവിടെ അച്ഛനെയാണ് സഹിക്കാൻ പറ്റാത്തത്. ഇവിടെ എന്തോ രാജഭരണം പോലെയാണ് കാട്ടിക്കൂട്ടണത്. നല്ലൊരു ആലോചന ഞാൻ കൊണ്ടുവന്നപ്പ എന്റെ കൂട്ടുകാരത്തിയുടെ മോൻ ഡോക്ടർ. അപ്പൊ നിനക്ക് ഈ ഉണ്ണീനെ മതി. നിനക്ക് ഈ വില്ലേജ് ലൈഫ് ഒന്നും പറ്റൂലടി. എൻ്റെ പൊന്നമ്മേ, വില്ലേജ് ലൈഫ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അല്ലല്ലോ നിൽക്കണത്. ഒരാഴ്ചയിലെ ആകെ കല്യാണമായിട്ട് ലീവ് കിട്ടിയുള്ളൂ. 3-4 ദിവസം കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. പക്ഷെ ലീവിന് വന്നാലും ഇവിടെ നിൽക്കണ്ടേ. അപ്പോൾ ഉണ്ണിയുടെ അച്ഛനെ കാണണ്ടേ. എനിക്ക് പുള്ളിയുടെ സ്വഭാവം അത്ര പിടിക്കണില്ല. അച്ഛനൊരു പ്രത്യേക തരം സ്വഭാവമുള്ള ആളാണെന്ന് ഉണ്ണി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്ര പ്രത്യേക തരം സ്വഭാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോ ഒന്നും പറയാനൊന്നുമില്ല. നീ അങ്ങോട്ട് സഹിക്കുകയല്ല, അതോ ഒരു നിവർത്തിയില്ല മോളെ. അങ്ങനെ സഹിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അമ്മേ. ഇവിടെ നിന്റെ അപ്പനെയൊക്കെ നീ ഭരിച്ച് വരച്ച വരയിൽ നിർത്തണ പോലെ അവിടെ ഒന്നും നടക്കില്ല മോളെ. അതിപ്പോ നിന്റെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഭരിച്ചു നിക്കണം എന്നല്ല അമ്മേ പറയണത്. ഇവിടെ എന്തൊക്കെയാ നടക്കണെന്ന് നമുക്കറിയോ? ഇതൊക്കെ കേട്ടിട്ടേ എനിക്ക് എൻ്റെ അപ്പൂപ്പന്റെ കാലമാണ് ഓർമ്മ വരുന്നത്. ഉണ്ണിയുടെ വീട്ടുകാർക്ക് ഇപ്പോഴും ആ കാലഘട്ടത്തിൽ നിന്ന് വണ്ടി കിട്ടിയിട്ടില്ലെന്ന് തോന്നണം മോളെ. ഇപ്പൊ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അപ്പോഴേക്കും മതിയായി തുടങ്ങി. മതിയായെങ്കിലേ നീ ഇങ്ങോട്ട് പോന്ന മോളെ. ഇപ്പോഴും ആ ഡോക്ടർ പയ്യൻ നിന്നെ കല്യാണം കഴിക്കാൻ റെഡി ആയിരിക്കും. ആകെ 3 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അമ്മക്ക് എപ്പോഴും ഇതേ പറയാനുള്ളൂ. ഞാൻ വെക്കാണ്. ഓ വെച്ചവള് നിങ്ങളുടെ മോളാണ്. അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വിളിക്കാണ്. അവളുടെ പ്രശ്നം കേട്ടിരുന്നിട്ട് തോന്നുന്നു. വണ്ടി എടുക്കും മനുഷ്യ. മോളെ, എന്നെ മനസ്സിലായോ? കല്യാണത്തിന് റിസപ്ഷന് വന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തായിരുന്നു. ഒരു വയലറ്റ് സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നത് ഓർക്കണ്ട? കല്യാണ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും ബാംഗ്ലൂര് ലിവിങ് ടുഗദർ ആയിരുന്നു എന്നൊക്കെ ആരോ പറയുന്നുണ്ടായിരുന്നു. ശരിയാണോ? അതെ. അപ്പൊ എങ്ങനെയുണ്ട് ഇവിടത്തെ ഹെഡ് മാസ്റ്റർ? ഹെഡ് മാസ്റ്ററാ? ഭയങ്കര വെയില്. അങ്ങോട്ട് നീങ്ങിക്കട്ടെ, വാ. ഇവിടത്തെ അച്ഛൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നാട്ടിലെല്ലാരും ഹെഡ് മാസ്റ്റർ എന്നാണ് പുള്ളീനെ വിളിക്കണതേ. പുള്ളി ഭയങ്കര കണിച്ചക്കാരനല്ലേ. പാവൻ ഷീജ, അവളുടെ അവസ്ഥ എപ്പോഴും ഞാൻ ആലോചിക്കും. അവൾ ആ അടുക്കള ഭാഗം വിട്ട് എവിടെയും പോവാറില്ല. ഇത് ഈ ഒരു വീടിൻ്റെ ഉള്ളിലാണ് അവളുടെ ജീവിതം തന്നെ. പുറത്തോട്ടൊന്നും കൊണ്ടുപോവേ ഇല്ല, ഒന്നുമില്ല.
ഉണ്ണിമോനും അങ്ങനെയൊക്കെ തന്നെ ഇരുന്നേ. ഇവിടെ നിന്ന് ബാംഗ്ലൂർക്ക് പോയതിന് ശേഷമാണ് ഒന്ന് ഉഷാറായത്. എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണേനെ നല്ലത്. അല്ലാണ്ട് ഈ പ്രായത്തിൽ ഈ പുള്ളിനെ മാറ്റാൻ പറ്റുമോ? നമ്മൾ പ്രായം കുറഞ്ഞവരങ്ങോട്ട് മാറുക, അത് തന്നെ. നമ്മൾ പ്രായം കുറഞ്ഞവരാ? അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു പ്രായം എന്നാണ് ചേച്ചി പറഞ്ഞു തന്നത്? അയ്യോ, ഞാനത് ഒരു അതിശയോക്തിക്ക് പറഞ്ഞാണ്. എന്നാ ഞാൻ അമ്മനെ കണ്ടിട്ട് വരത്തേട്ടാ. ചേച്ചിയേ. ആ നീയാ? എന്തുണ്ട്? ഒന്നുമില്ല, ഞാനിങ്ങനെ ചുമ്മാ വീട്ടിൽ നിന്നിപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാ. കല്യാണത്തിരക്കൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ സംസാരിക്കലൊക്കെ ഉണ്ടായിരുന്നില്ലല്ല. സത്യം, എല്ലാ ആഴ്ചയും നീ ഇവിടെ വന്ന് 2 മണിക്കൂർ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ നാട്ടിലെ വിശേഷങ്ങളൊക്കെ അറിയണത് തന്നെ. കല്യാണം എന്ന് പറഞ്ഞിപ്പോ എന്റെ വീട്ടിലോട്ട് പോയി, പിറ്റാഴ്ച അവരും ഇങ്ങോട്ട് വന്നു. പിന്നെ ഇപ്പൊ ചടപട കല്യാണമായി. അതെ അതെ, കല്യാണം പെട്ടെന്ന് കഴിഞ്ഞ പോലെ എനിക്കും തോന്നി. നീ മരുമോളെ കണ്ടില്ലല്ലോ? ആ കണ്ട് മുന്നിലേ ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കണ്ട് സംസാരിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ട് കണ്ടിട്ട്? തരക്കേടില്ല, പക്ഷെ ഇത്തിരി തൻ്റെ ഉള്ള ടൈപ്പാണെന്ന് തോന്നണ്. അതെ അതെ, വല്ലാത്ത ധൈര്യമുള്ള കുട്ടിയാ. അതാ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നേ. ചൂടുവെള്ളം കുടിക്കാനുള്ള സമയമായിട്ടാ. ആ കൊണ്ടുവരാം. ഇപ്പൊ വരാട്ടോ. ഉണ്ണിയുടെ അച്ഛനെ കുറച്ച് ചൂടുവെള്ളം കൊടുക്കട്ടെ. ഈ സമയം ചൂടുവെള്ളം കുടിക്കുന്ന സമയാണേ. ആ മോളെ, നിങ്ങൾ എന്നാണ് തിരിച്ച് ബാംഗ്ലൂർക്ക് പോണത്? അടുത്ത ഞായറാഴ്ചയാണ് ടിക്കറ്റ് എടുത്തേക്കണേ. തിങ്കളാഴ്ച ജോയിൻ ചെയ്യണം. അപ്പൊ എന്നായിരിക്കും ഇനിയിപ്പോ ഇങ്ങോട്ട് ലീവിന് വന്നത്? ഇനിയിപ്പോൾ അടുത്തൊന്നും ലീവ് കിട്ടാൻ സാധ്യതയില്ല, ഓണത്തിനായിരിക്കും. ഓ, ഷൈനിക്ക് ചായ എടുത്താലോ? ആ, ഒരെണ്ണം എടുത്തോ, എന്തായാലും ചോദിച്ചല്ലേ. അല്ലെങ്കിൽ മോളൊരു ചായ എടുത്തുക, മോളുടെ കൈപ്പുണ്യം അറിയാല്ല. അയ്യോ, ഞാൻ ചായ ഉണ്ടാക്കിയ അത്ര ടേസ്റ്റ് അല്ല. ഉണ്ണി നന്നായിട്ടുണ്ടാക്കും. ഉണ്ണിനെ വിളിക്കട്ടെ? ഉണ്ണിമോനെ കൊണ്ട് ചായ ഉണ്ടാക്കാനാ? അതിനെന്താ, കുറച്ചു കാലം കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വരുമ്പോ ചിലപ്പോ അമ്മയും അച്ഛനും കൂടി ആയിരിക്കും ഒരുമിച്ച് പണിയെടുക്കണത് ഈ വീട്ടില്. അങ്ങനെ ഒരു കാലം വന്നാ ഇവിടെയൊക്കെ കാക്കയൊക്കെ മലന്നായിരിക്കും പറക്കണ. അങ്ങനെയാണെങ്കിൽ കാക്കനോടെ ഇപ്പൊ തുടങ്ങി മലന്ന് പറക്കാൻ പഠിക്കാൻ പറഞ്ഞു ചേച്ചി. ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, പെണ്ണൊരു തൻ്റേടി തന്നെ. ഈ കാലത്തൊക്കെ പെൺകുട്ടികൾക്ക് ഇത്തിരി തൻ്റെടൊക്കെ ഉള്ളത് നല്ലതാ ഷൈനി. അവസാനം തൻ്റെടം ബുദ്ധിമുട്ടാവരുത്. നീ കയറിയിരിക്കേ. കുറച്ച് മാങ്ങാപ്പഴം ഉണ്ണി വന്നപ്പോ കൊണ്ടുവന്നിട്ടുണ്ടേ, ഞാൻ ചെത്തിയെടുക്കാം. അമ്മേ, ഇവിടെ വൈഫൈ ഒന്നും കിട്ടൂലേ? വൈഫൈയോ? അതെന്ത് സാധനമാണ് മോളെ? ഈ നെറ്റൊക്കെ കിട്ടണത്? എനിക്കിതിനെപ്പറ്റി വലിയ വിവരമില്ല മോളെ. അച്ഛനോട് ചോദിച്ചറിയാൻ പറ്റും. അമ്മക്ക് കുറെ സാരി കളക്ഷൻ ഉണ്ടല്ലോ. എല്ലാം അച്ഛൻ മേടിച്ചെന്നതാ. ഞാൻ ഈ വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് വരുമ്പോ എനിക്ക് ആകെ 4 സാരിയേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളുടെ വിവാഹ വാർഷികത്തിനും ഉണ്ണിമോന്റെ പിറന്നാളിനും അച്ഛൻ്റെ പിറന്നാളിനും എനിക്ക് ഓരോരോ സാരികൾ വെച്ച് മേടിച്ചു തരും. അപ്പൊ അമ്മയുടെ പിറന്നാൾ എന്നാ? എൻ്റെ പിറന്നാളോ? അതെന്നാണെന്ന് പോലും ഞാൻ മറന്നുപോയി. ഇവിടെ അങ്ങനെ സ്ത്രീകളുടെ പിറന്നാളൊന്നും ആഘോഷിക്കാറില്ല. അതെന്താണമ്മേ, പെണ്ണുങ്ങൾക്ക് പിറന്നാൾ പാടില്ലെന്നുണ്ടാ? അതച്ഛന് ഇഷ്ടമില്ല. അച്ഛൻ്റെ ഓരോരോ രീതികളാണ് ഇതേ. രീതികളൊക്കെ ഒന്നും മാറ്റണ്ടേ അമ്മേ? അതൊന്നും മാറാൻ പോണില്ല മോളെ. ഇപ്പൊ തന്നെ ഞാൻ ഒരു കൂട്ടം കാട്ടിത്തരാം മോക്ക്. ഇവിടെ നിൽക്കേ. ഇത് ചുരിദാറാ. എൻ്റെ അനിയത്തി ഒരു തവണ വന്നപ്പോൾ എനിക്ക് കൊണ്ടുതന്നതാ. പക്ഷെ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. അച്ഛന് ഇഷ്ടമല്ല ഇതിടുന്നതേ. അതുകൊണ്ട് അവൾ തന്നല്ലേ, കളയാനും മനസ്സ് വന്നില്ല. ഞാൻ അടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കുക. അച്ഛനെങ്ങാനും കണ്ട കലി കയറും. അമ്മ വല്ലാതെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ? ഇതൊന്നും അഡ്ജസ്റ്റ്മെന്റ് അല്ല മോളെ, അച്ഛനോടുള്ള സ്നേഹം കൊണ്ടാ. എന്റെ ചെരുപ്പ് കഴുകിയായിരുന്നാ? ആ, കഴുകി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണക്കാനായിട്ടേ. ഞാനിപ്പോ വന്ന് എടുത്തു തരാം. പാവം, ഒരടിമ തന്നെ. എന്തു പറ്റിയമ്മേ? അത് മോളെ, അച്ഛൻ എന്നോട് ആശ ചെരുപ്പാണ് കഴുകി വെക്കാൻ പറഞ്ഞത്. ഞാനാണെങ്കിൽ നീലയും വെള്ളയും കൂടിയുള്ള ആ ചെരുപ്പ് കഴുകി വെച്ച്.
ആഷ ചെരുപ്പാണ് അമ്പലത്തിൽ പോകുമ്പിട്ടിരുന്നത്. അതിന് ദേഷ്യം കയറി എന്നെ ചീത്തയും പറഞ്ഞാൽ പോയത്. കുറച്ചു നേരം കഴിഞ്ഞൊന്ന് വിളിച്ചു നോക്കണം. അമ്മേ, എന്താ മോളെ? നാളെ ഞങ്ങള് എൻ്റെ വീട്ടിലോട്ട് പോകും അമ്മേ. അതെന്താണ് ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം? എന്നിട്ട് ഉണ്ണിയൊന്നും പറഞ്ഞില്ലല്ലോ. എൻ്റെ വീട്ടിലോട്ട് പോണേന് ഉണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനല്ലേ തീരുമാനം എടുക്കേണ്ടത്. എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പം എന്തായാലും അവിടെ നിന്ന് പോകാനാ എനിക്ക് എളുപ്പം. ഉണ്ണിയേ വിളിക്കണ്ട, ഉണ്ണി ബാത്റൂമിലാണ്. കല്യാണം കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞില്ല, അതിന് പിന്നെ പെണ്ണിന്റെ ഒച്ച പൊന്തി തുടങ്ങിയല്ല. പെണ്ണിന്റെ ഒച്ച പൊന്തിയ എന്താ സംഭവിക്കാച്ചാ? എനിക്ക് തർക്കിക്കാൻ താല്പര്യമില്ല. ഈ വീടിനൊരു പാരമ്പര്യമുണ്ട്, മഹാത്മ്യമുണ്ട്. അത് കേറി വന്ന പെണ്ണ് മാറ്റാൻ നോക്കണ്ട. മതി ഉണ്ണിയുടെ അച്ഛാ, മോള് തമാശ പറഞ്ഞല്ലേ. നീ മിണ്ടരുത്, പെണ്ണല്ലേ ജാതി, ഇതല്ലേ വരൂ. ഞാൻ പറഞ്ഞാണ് ബാംഗ്ലൂരിൽ കൂത്താടി നടന്ന പെണ്ണുങ്ങളൊന്നും വീട്ടിൽ വിളിച്ചു കേട്ടണെന്ന്. അപ്പൊ അവന് ഇത് തന്നെ മതി. അല്ല, കൂത്താടി നടക്കണമെന്ന് അച്ഛൻ ഉദ്ദേശിച്ചത് ആരാണ്? എന്നെയാണോ? ഞാൻ അങ്ങനെ കൂത്താടി നടന്നിട്ടുണ്ടെങ്കിലേ അതിൻ്റെ ഒപ്പം നിങ്ങളുടെ മോനും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ പെണ്ണല്ലേ ജാതിന്ന്, പെണ്ണുള്ളതുകൊണ്ടാണ് അച്ഛനോട് ഇരിക്കണത്. മോളെ മതി, മതിയാക്കേണ്ട ആവശ്യം എന്താണ് അമ്മേ? എനിക്കറിയാൻ പേടിയില്ല, ഞാൻ ആരുടെ മുഖത്ത് നോക്കി ന്യായം പറയും. ഇവിടെ വന്ന അന്ന് മുതൽ ഞാൻ കേൾക്കണതാ, അച്ഛൻ ഇഷ്ടപ്പെട്ട കറിയേ വെക്കൂ, അച്ഛൻ ഇഷ്ടപ്പെട്ട ചാനലേ വെക്കൂ, അതെല്ലാരും കണ്ടോണം. ഇതെന്താ രാജ പറഞ്ഞോ? നമ്മുടെ ഒരു പാരമ്പര്യമുള്ള കുടുംബമാണ്. ഇതുപോലുള്ള കീഴ്വഴക്കങ്ങളിൽ തന്നെയാണ് നമ്മുടെ കുടുംബം മുന്നോട്ട് പോണത്. അതൊരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെണ്ണും മാറ്റാൻ നോക്കണ്ട, നടക്കൂല. അച്ഛാ, സ്വന്തം ഭാര്യനെ അടിമനെ പോലെ കാണുന്ന ആരും ഇതുവരെ രക്ഷപ്പെട്ട ചരിത്രം ഉണ്ടായിട്ടില്ല. ദൈവങ്ങൾ വരെ ഭാര്യമാരെ കൂടെ നിർത്തിയിട്ടുള്ളത്. എന്റെ മോൻ ഉണ്ണി എന്റെ മുഖത്ത് നോക്കി ഇതുപോലെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇതുവരെ. പക്ഷേ മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്താ പ്രശ്നം? നിന്റെ പെണ്ണുമുള്ളേ വന്നിട്ട് ഒരാഴ്ച ആയിട്ടില്ല, അപ്പേക്ക് എന്നെ ഭരിച്ച് നേരെയാക്കാൻ നോക്കണം. എന്താ പ്രശ്നം? ഞാൻ എൻ്റെ വീട്ടിൽ പോണ കാര്യം അമ്മനോട് പറഞ്ഞു, അത് അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല, അതാ കാര്യം. എന്താച്ചാ ആരോടായാലും പറഞ്ഞാ പോരെ? ഓ, അപ്പൊ ഈ 3-4 ദിവസം കൊണ്ട് നീയും മാറിപ്പോയല്ലേ? ഞാൻ മാറിയിട്ടൊന്നുമില്ല, അവള് പറഞ്ഞതിനും കാര്യമില്ലേ. ഉണ്ണി പറഞ്ഞു കേട്ടിട്ടുണ്ട്, അമ്മക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞ് അതൊക്കെ നടക്കാതെ പോയിരുന്നു. അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്ത് നടത്തി തന്നിട്ടുണ്ട്? ഒന്നും നടത്തി തന്നിട്ടില്ല. കല്യാണത്തിന് മുന്നേ ഡാൻസ് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ കല്യാണം കഴിഞ്ഞാണെങ്കിലും ഡാൻസ് പഠിക്കാമല്ല എന്ന് പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഡാൻസ് എന്നുള്ളൊരു വാക്കും കൂടി ഇവിടെ പറയണേ ഞാൻ കേട്ടിട്ടില്ല. പിന്നെയാണെങ്കിൽ 10ാം ക്ലാസ് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി, പക്ഷേ ഒരു ജോലി കിട്ടിയിട്ട് അതിന് പോലും വിട്ടില്ല. എന്നിട്ട് എന്താഗ്രഹം നടത്തി തന്നാണ് ഈ പറയണത്? ഒരടിമനെ പോലെ രാവും പാലും ഇവിടെ കിടന്ന് പണിയെടുത്തിട്ടുണ്ട്, എന്നിട്ട് ഒരു നല്ല വാക്ക് ആരുടെ വായൊന്നും ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ല, ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. എന്നിട്ടും എല്ലാ ആഗ്രഹങ്ങളും നടത്തി തന്നൊന്നും പറയരുത്, നോണിയായി പോവും. അച്ഛാ, എനിക്ക് അച്ഛനുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാഞ്ഞത്. ഒരുപാട് രാത്രി അമ്മ കരയണം ഞാൻ കണ്ടിട്ടുണ്ട്, അത് ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ടേ. അപ്പോ എല്ലാരും ഒരു കെട്ടായല്ലേ, ഞാൻ മാത്രം പുറത്ത്. അങ്ങനൊന്നുമില്ല അച്ഛാ, ഇനിയെങ്കിലും നമ്മൾ അമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് നടത്തി കൊടുക്കണം. അവൾ ഇന്നലെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത്. ഞാനും ശരിക്കും പറഞ്ഞ അമ്മനെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. എന്നിട്ട് എന്താ അമ്മയുണ്ടായത്? അച്ഛനും മോളും ഉണ്ണിയൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും വിഷമായി എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ പിറ്റേ ദിവസം മുതൽ ഞാൻ കാണുന്നത് പുതിയൊരു അച്ഛനെയാ മോളെ. ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല മോളെ, നല്ല സ്നേഹ, ജോലിയിലൊക്കെ എന്നെ സഹായിക്കും. പണ്ടത്തെ പോലെ മോശം വർത്താനവും പറയൂല. പിന്നെ ഒരു ദിവസം എന്നോട് ചോദിക്കുകയാണ്, നമുക്ക് ആ പഴയ ഡാൻസ് ക്ലാസ്സിലൊന്ന് ചേർന്നാലോ എന്ന്. എന്നിട്ട് അമ്മ എന്തു പറഞ്ഞു? എന്തു പറയാൻ, ഈ പ്രായത്തിൽ ഡാൻസ് പഠിക്കാനോ? അങ്ങനെ പറയാനെങ്കിലും തോന്നിയല്ലേ കുട്ടിയെ, അത് തന്നെ സന്തോഷം.
ഇപ്പോഴാണ് മോളെ ശരിക്കും ജീവിതമൊക്കെ ആസ്വദിക്കാൻ തുടങ്ങിയത്. പണ്ടൊരു അടിമനെ പോലെ ഇവിടെ എല്ലാ പണിയെടുത്ത് നടക്കലായിരുന്നു. മോളാണ് ശരിക്കും പറഞ്ഞ എൻ്റെ ജീവിതം മാറ്റിയതിട്ടാ. ഞാനല്ല, ഉണ്ണിയാ. അതെങ്ങനെ? ഞങ്ങളുടെ കല്യാണത്തിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ ഉണ്ണി എന്നോട് പറഞ്ഞിരുന്നു. അച്ഛനോട് ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂലെന്ന് എനിക്ക് ഇവിടെ വന്ന അന്ന് തന്നെ മനസ്സിലായി. പിന്നെ ഞങ്ങളൊരു പ്ലാൻ ഇട്ട് അങ്ങനെയാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. ആ സമയം ഉണ്ണി ബാത്റൂമിലൊന്നും ആയിരുന്നില്ല, ഇവിടെ പുറത്തുനിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ വായിൽ നിന്നും അങ്ങനെ വീഴാൻ വേണ്ടിയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞത്. പ്ലാൻ ചെയ്തതുപോലെ തന്നെ അമ്മ അന്നേരം മനസ്സോർന്നെല്ലാം പറയുകയും ചെയ്തു. അപ്പം അച്ഛന് മനസ്സിലായി. എന്തായാലും നന്നായി, ഒരുപാട് മാറിപ്പോയി അച്ഛനിപ്പോൾ. പണ്ടത്തെ അച്ഛനൊന്നല്ല മോളെ ഇപ്പോൾ. ഒരു ദിവസം ഷൈനി ഇവിടെ എന്നെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉണ്ണിയുടെ അച്ഛൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അടുക്കളയിലേ. ഷൈനി എന്നെ അന്തം വിട്ടുപോയി. അപ്പം ആ മോള് പറഞ്ഞ പോലെ തന്നെയായി, മോളൊരു മിടുക്കിയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ശരിയാട്ടോ, മോളൊരു മിടുക്കി തന്നെയാ. അമ്മേ, ഇപ്പം അച്ഛന് ഫാൻ 2-ലിരുന്നേണ 5-ലിരുന്നേണ കംഫർട്ട്? ഇപ്പം എല്ലാ മുറിയിലും 5 തന്നെയാണ് ഫാൻ ഇടാറ്.